ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ ഭയക്കണമോ? കാരണം യു എസിൻ്റെ ഒരു ആണവ ഭീഷണി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ബോംബിൻ്റെ രൂപത്തിലല്ല, അല്ലാത്ത രീതിയിൽ താരിഫ് രീതിയിലൊക്കെ എങ്ങനെ ഇന്ത്യയെ തകർക്കാം, ഇന്ത്യയുടെ വ്യവസായ മേഖലയെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത്. ഇതിനിടയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആണവ കരാറിൽ അത് ക്യാൻസൽ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ആണവ കരാർ റദ്ദാക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾ തൽക്കാലം ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാൻ. പക്ഷേ അമേരിക്ക വേണമെങ്കിൽ അറ്റകൈ പ്രയോഗം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയോടുള്ള പ്രതികാരം, അതായത് ഈ താരിഫ് നിരക്ക് വർധന ഏറ്റില്ല, അത് ഇന്ത്യ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അമേരിക്ക ഉയർത്തിയ വെല്ലുവിളിയെ നേരിടാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. എന്ത് വില കൊടുത്തും അതിനെ ചെറുക്കും എന്നും പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഉദ്ദേശിച്ച റിസൾട്ട് ഇല്ല, അത് ബൂമറാങ്കായി ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന അമേരിക്കയ്ക്കാണെന്നുള്ള ബോധ്യം ട്രംപിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികാര നടപടി എന്ന നിലയിൽ അറ്റകൈ പ്രയോഗം എന്ന് പറയാം, കടും വെട്ട് എന്നൊക്കെ പറയാം. അത്തരത്തിൽ വേണമെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ആണവ കരാർ അമേരിക്കയ്ക്ക് റദ്ദാക്കാം. ഈ ആണവ കരാർ എന്ന് പറയുന്നത് അതിലറിയപ്പെടുന്ന 1-2-3 എഗ്രിമെൻ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. 2005 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ജോർജ് ബുഷും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഒരു കരാറാണ് ഇത്. അത് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യ അമേരിക്ക സിവിൽ ആണവ കരാർ എന്നാണ്. സിവിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആണവ പദ്ധതികൾ അല്ലെങ്കിൽ ആണവോർജം പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയപ്പെട്ട ഒരു കരാർ. പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ആണവ ഊർജം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അതേപോലെ മറ്റ് ഇപ്പോൾ ചില ശാസ്ത്രീയ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ചില സയൻറ്റിഫിക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കരാറാണ് ഈ ഇൻഡോ അമേരിക്ക സിവിൽ ആണവ കരാർ എന്ന് പറയുന്നത്. ഈ 2005 ഈ കരാർ ഉണ്ടാക്കിയെങ്കിലും 3 വർഷത്തിന് ശേഷം 2008 കൂടിയാണ് ഇത് പ്രാവർത്തികമായി നടപ്പിലായി തുടങ്ങിയത്. അപ്പം അന്നു മുതൽ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും അനുശാസനകളും പാലിച്ചാണ് ഇന്ത്യ അമേരിക്കയും ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ കരാർ ഉണ്ടാകാനുള്ള കാരണം 1974 ഇന്ത്യ ഒരു ആറ്റം ബോംബ് പരീക്ഷിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ പൊക്രാനിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള ഒരു തലക്കെട്ടിലാണ് നമ്മളത് ആ സംഗതി പുറം ലോകത്തെ അറിയിച്ചത്. അപ്പോൾ അത് അതീവ രഹസ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന്, അല്ലെങ്കിൽ ഇന്ത്യ ആണവ ബോംബ് തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ആണവ ആ ഒരു ടെക്നോളജി ആർജിച്ചു എന്നുള്ള വിവരം അതുവരെ ലോകത്ത് ആർക്കും അറിയില്ലായിരുന്നു, പാകിസ്ഥാന് പോലും. അതീവ രഹസ്യമായി രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യ ആറ്റം ബോംബ് പൊട്ടിച്ചു. അപ്പോൾ അത് പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന നിലയിലാണ് ഇന്ത്യ ആറ്റം ബോംബ് പൊട്ടിച്ചത്. നമ്മുടെ സ്വയം സുരക്ഷയെ കരുതി നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കരുത്, ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ഇന്ദിരാഗാന്ധി അത് നടപ്പിലാക്കിയത്. പക്ഷേ അതിനുശേഷം വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധമൊക്കെ വന്നു. അതിനെ ഇന്ത്യ ആ അർത്ഥത്തിൽ തന്നെ നേരിടുകയും ചെയ്തു. പക്ഷെ പിന്നീട് 98 വീണ്ടും ഒരു ആണവ പരീക്ഷണം കൂടി നടന്നു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലം. അതിനെ ഈ ബുദ്ധൻ ചിരിക്കുന്നു 2 എന്ന പേരിലാണ്, രണ്ടാമതും ബുദ്ധൻ ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ പരീക്ഷണത്തെ നേരിട്ടത്. പക്ഷേ അപ്പോൾ കാര്യങ്ങൾ കുറച്ച് വഷളായി. ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധമൊക്കെ വന്നു. അന്ന് ബിൽ ക്ലിൻ്റൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്ക തന്നെയാണ് ആദ്യം ഉപരോധവുമായി രംഗത്തുണ്ടായിരുന്നത്. ഇന്ത്യക്ക് അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്താൻ പറ്റാത്തൊരവസ്ഥ, ഇന്ത്യക്ക് പല അസംസ്കൃത വസ്തുക്കളും വിദേശത്തു നിന്ന് കിട്ടാത്തൊരവസ്ഥ. പക്ഷെ പിന്നീട് ഇന്ത്യ കർശനമായൊരു നിലപാടെടുത്തു. ഇന്ത്യ ആണവ ഇന്ധനം അല്ലെങ്കിൽ ആണവ ആറ്റം ബോംബ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചതാണെന്നും ഒരിക്കലും ഇന്ത്യ ഇതാദ്യം എടുത്ത് പ്രയോഗിക്കില്ല, നമുക്കെതിരെ ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇത് പ്രയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ആ നിലപാടിന് ലോകത്തെമ്പാടും വലിയ സ്വീകാര്യത കിട്ടി. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഒരു പൊതു ചരിത്രം മറ്റ് രാജ്യങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ത്യ ഒരു ഭീകരവാദ രാഷ്ട്രമല്ല, ഇന്ത്യ കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ പോകുന്നതാണ്. അതേപോലെ കൃത്യമായ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കുന്നതാണ്. മറ്റ് രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള സഹകരണവും
ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ പരിഗണന കിട്ടിയപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇറാനെതിരെ നടക്കുന്ന പോലെ ഒരു കർശനമായ നിലപാടല്ല ഇന്ത്യക്കെതിരെ ഉണ്ടായത്. ഇന്ത്യക്കെതിരെ കുറച്ചുകൂടി അനുഭാവപൂർവമായ നടപടി പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. അങ്ങനെ അമേരിക്കയുടെ ശുപാർശ പ്രകാരം ഇന്ത്യക്ക് മേലുള്ള ഉപരോധം കുറേശ്ശെ നീക്കി തുടങ്ങി. അങ്ങനെ ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുടെ ഈ ആണവ പദ്ധതികൾക്ക് ഒരു അംഗീകാരം എന്ന നിലയിൽ നിലപാടെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടു കൂടി, അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ ആണവ പദ്ധതികൾ അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്നൊരു നിലപാട് വന്നു. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ NSG എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ഈ ആണവ ഇന്ധനവും അതിൻ്റെ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ അനുബന്ധമായ സംഗതികളൊക്കെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു 48 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ ഈ NSG എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇന്ത്യയുമായിട്ട് സഹകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ 2005 ഇന്ത്യയും അമേരിക്കയും ഒരു ധാരണയിലെത്തുകയും 2008 ഒരു കരാറിലേക്ക് എത്തുകയും ചെയ്തതോടുകൂടി ഇന്ത്യക്ക് സ്വതന്ത്രമായി ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു അനുമതി ലഭിച്ചു. ഈ NSG ഗ്രൂപ്പ് ഒരു വലിയൊരു ഇളവും നമുക്ക് തന്നു. അത് ഈ ആണവ നിർവ്യാപന കരാർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഇതിനോടകം തന്നെ ആറ്റം ബോംബുകൾ കൈവശം വെച്ചിരിക്കുന്ന രാഷ്ട്രങ്ങൾ മറ്റ് രാജ്യങ്ങളുടെയും സ്വന്തം നാട്ടുകാരുടെയും സുരക്ഷയെ കരുതി അതെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഈ ആണവ നിർവ്യാപന കരാറിൻ്റെ ഉള്ളടക്കം. ഏറ്റവും കൂടുതൽ ആണവ ബോംബുകൾ കൈവശം വെച്ചിരുന്ന ആ കാലത്ത് അമേരിക്കയും റഷ്യയുമാണ്. അവർ പോലും കാലക്രമേണ അവരുടെ കയ്യിലുള്ള ആണവ ബോംബുകൾ അതിനെ നിർവീര്യമാക്കുകയോ അല്ലെങ്കിൽ അവരുടെ സഖ്യരാഷ്ട്രങ്ങൾ പലർക്കും അത് കൈമാറുക, അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്നതിന് പകരം മറ്റു പല രാഷ്ട്രങ്ങൾക്കും കൈമാറുകയോ ചെയ്യുന്ന ഒരു നിലയിലേക്കൊക്കെ വന്നു. പക്ഷേ ഇന്ത്യക്കൊരു സാവകാശം കിട്ടിയ ഒരു ഔദാര്യം കിട്ടിയത് ഈ ആണവ നിർവ്യാപന കരാറിൽ ഇന്ത്യ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും നിലവിൽ ഒരു ആണവ ശക്തിയായിരിക്കെ, ഇന്ത്യക്ക് ആറ്റം ബോംബ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ഒരു ആണവ ശക്തിയായിരിക്കെ ഇന്ത്യക്ക് ആണവ പദ്ധതികളുമായി, അതായത് സിവിലിയൻ ആവശ്യങ്ങൾക്ക്, ഊർജ്ജ ഉൽപ്പാദന ആവശ്യങ്ങൾക്ക് നമ്മുടെ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു അനുമതി ഈ NSG ഗ്രൂപ്പ്, അതായത് ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പ് 48 രാജ്യങ്ങൾ ചേർന്നൊരു അനുമതി നൽകി. അതുമാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നമ്മുടെ കാര്യങ്ങളിൽ നിരീക്ഷണം കൊണ്ടുവന്നു. അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സൈനികമായിട്ടുള്ളതും സിവിലിയനായിട്ടുള്ള ആവശ്യങ്ങൾക്കുമുള്ള ആണവ കേന്ദ്രങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചു. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട്, അതായത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ, സൈനികമായിട്ടുള്ളത് വേറെ എന്നുള്ളത് വേർതിരിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിഷ്കർഷിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇതുവരെ ഇന്ത്യയുടെ ആണവ പദ്ധതികളെക്കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല, ആർക്കും ഒരു സന്ദേഹവുമില്ല. കാര്യം ഇന്ത്യ പ്രഖ്യാപിത നിലപാടെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു രാജ്യത്തെയും കയറി ആദ്യം ആറ്റം ബോംബ് ഇടില്ല. എത്ര വലിയ സംഘർഷം ഉണ്ടായാലും നമ്മൾ ഭീഷണിപ്പെടുത്താൻ നിൽക്കാറില്ല, ഞങ്ങൾ ആറ്റം ബോംബ് ഇടുമെന്നുള്ളത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കരാറ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ. ഇനി ട്രംപിന് തോന്നി ഈ പറയുന്ന വ്യാപാര യുദ്ധം കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ തിരിച്ചടിയാനുണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഈ കരാർ വേണമെങ്കിൽ അമേരിക്കയ്ക്ക്, ഇറാനിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്കയാണ് പിൻവാങ്ങിയത്, അതേപോലെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം തട്ടിക്കൂട്ടി, ഇറാൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അവർ അവരുടെ നിയന്ത്രണങ്ങളൊക്കെ തെറ്റിച്ച് അവർ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് പോയി. പക്ഷേ അവരവിടെ പരിശോധന നടത്തിയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ന്യായം പറഞ്ഞ് വേണമെങ്കിൽ ഇന്ത്യയുടെ ഈ കരാറിൽ നിന്നും അമേരിക്കയ്ക്ക് പിൻവാങ്ങാം. അങ്ങനെ പിൻവാങ്ങിയാൽ വീണ്ടും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നമ്മളെ തേടി വരും. ഇന്ത്യക്ക് ആണവ ഇന്ധനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ കിട്ടാണ്ടാവും. ഇന്ത്യ ഒരു പക്ഷേ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകും. അത് നമ്മുടെ വ്യവസായ മുരടിപ്പിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ സാധ്യത, ഈ കരാറിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങാനുള്ള സാധ്യത തുച്ഛമാണ്, ഇല്ലയെന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. പക്ഷേ ഇങ്ങനൊരു സാധ്യത അറ്റ കൈക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാമെന്നൊരു ഭീഷണി വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല.